ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നത് നമ്മളെ പജറോ ആയിട്ടാണ്. പജറോ സെയിൽ ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ഏകദേശം 2000 ചില്ലാൻ കിലോമീറ്റർ നമ്മൾ ഓടിച്ചിന്. നല്ല അടിപൊളി വണ്ടിയാണ്. ചെറിയ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെറിയ കംപ്ലയിൻറ്റൊക്കെ നമ്മൾ നീറ്റാക്കി സെറ്റാക്കി വെച്ചാണ്. വണ്ടിക്ക് മേജർ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വണ്ടീൻ്റെ കൂടെ നമുക്ക് വണ്ടീൻ്റെ സർവീസ് ബുക്ക് കിട്ടിയിട്ടുണ്ടോ. വണ്ടീൻ്റെ സർവീസ് ബുക്ക്, ഇൻവോയ്സ്, അതേപോലെ സെക്കൻഡ് കീ ഉണ്ടാവും, അതേപോലെ ഒരു മെറ്റലിൻ്റെ തേർഡ് കീയും കൂടി ഉണ്ടാവും ഇതിൻ്റെ കൂടുതൽ. അതും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഈ വണ്ടീൻ്റെ കൂടുതൽ കിട്ടിയാണ്. റിയർ വൈപ്പർ, ഇലക്ട്രോണിക് ഭാഗങ്ങൾ, പവർ വിൻഡോ, സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. വണ്ടിക്ക് മേജർ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വണ്ടി നമ്മൾ ഇപ്പം കൊടുക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ നമ്മളൊരു മൂഡിനെടുത്താണ്. അപ്പോൾ മൂഡിനെടുത്ത് നമ്മൾ അത്യാവശ്യം ഓടിച്ച് ഹാപ്പിയാണ്. വണ്ടീനോട് മേജർ കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് സന്തോഷമായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അത്രയും പക്കായിട്ട് പറയാൻ പറ്റിയ വണ്ടിയാണ്. നമ്മൾ അത്ര 2000 ചില്ലാൻ കിലോമീറ്റർ ഏകദേശം നമുക്ക് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെയാണ്. പിന്നെ ഞാൻ അവിടെ രാജസ്ഥാനിൽ നിന്ന് എടുത്തിട്ടാണ്. ഗുജറാത്ത് വണ്ടി രാജസ്ഥാനിൽ നിന്ന് പർച്ചേസ് 1000 കിലോമീറ്റർ മുകളിൽ നമ്മൾ അവിടെ തന്നെ ഓടിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഷിപ്പ് ചെയ്തിന്. ഇവിടെ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഷിപ്പ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതിന് ഇവിടെയും നമ്മൾ അത്യാവശ്യം 1000 കിലോമീറ്റർ പ്ലസ് ഓടി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി, നമുക്ക് ഓക്കെ ആയി. ഇനി നമുക്ക് ആർക്കെങ്കിലും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. 1-2 ചെറിയ ഓഫ് റോഡൊക്കെ പോയത്. അതായത് കക്കാടം പോയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കയറി നൈറ്റിൽ നമ്മൾ ഷാമിൻ്റെ ജിപ്സി എടുത്ത് പോയതിന്. അപ്പോൾ അവിടെ കുടുങ്ങിയപ്പോൾ നമ്മൾ കഴിച്ചിലാക്കാൻ എടുത്തിട്ടുണ്ട് പോയത്. ഇപ്പോൾ അടിപൊളിയായിട്ട് ഓഫ് റോഡ് ആദ്യമായിട്ടാണ് ഞാൻ ഈ പജറോ എടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജിപ്സിയിലേ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇമ്പൾസ് എടുത്തിട്ടാണ് പോലെ. ഇതിപ്പോൾ പോയപ്പം ഏത് ഓഫ് റോഡ് പോയാലും നമ്മൾ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കുലുങ്ങൂല. നമുക്ക് റിലാക്സ് ആയിട്ടൊരു ഓഫ് റോഡ് പോയി വരാൻ പറ്റിയൊരു വണ്ടി പജറോ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ അതേപോലെ സൈഡ് ഭാഗം നമ്മൾ കാണുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സ്ക്രാച്ച് ഉണ്ട്, പക്ഷേ മേജറായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഏതോ ടയർ ഒരു ഏവറേജ്, ബാക്കിയുള്ള ടയറൊക്കെ അത്യാവശ്യം നല്ലതാണ്. സൈഡ് ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് വാക്ക് റൗണ്ട് എടുക്കാം. വണ്ടീൻ്റെ വാക്ക് റൗണ്ട് മൊത്തം കാണാം നിങ്ങൾക്ക്. ബാക്കത്തെ ഇത് ഒറിജിനൽ ബ്രേക്ക് ലൈറ്റ് ആട്ടോ. ഞാൻ നോക്കിയാണ്, ഇത് ഒറിജിനൽ, അതൊക്കെ ഒറിജിനൽ ബ്രേക്ക് ലൈറ്റാണ്. ഇത് മാത്രം ചേഞ്ച് ആയിട്ടുള്ളൂ. ഇത് മാത്രം ചേഞ്ച് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിന് മുകളിൽ ചെറിയ സ്മോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിന്. വണ്ടി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. നമ്മൾ ലാസ്റ്റ് ഒരു ഓഫ് റോഡ് പോയപ്പം ഇതിൻ്റെ ഫുഡ് പാക്ക് ചെറുതായിട്ടൊരു ഡെൻറ്റായി. ഇനി അത് റെഡിയാക്കിയാണ് നമ്മൾ. പിന്നെ വണ്ടീൻ്റെ ഇഞ്ചൻ റൂം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് സർവീസ് ബുക്കാണ്. സർവീസ് ബുക്ക് നിങ്ങൾ കണ്ടു നോക്കി. സർവീസ് ബുക്കിൻ്റെ മുകളിൽ വണ്ടീൻ്റെ സൈഡിൽ നമ്പർ എഴുതി വെച്ചിന്. അതേപോലെ സർവീസ് ബുക്കാണ്. അതേപോലെ ഫസ്റ്റ് കീ എൻ്റെ അടുത്തുണ്ട്. ഇത് ഇവിടെ തൂക്കിയിട്ട് വെച്ചാണ് ഞാൻ. ഇത് സെക്കൻഡ് കീ ഇതിൻ്റെ കൂടുതൽ. ഇത് ഒറിജിനൽ മിറ്റ്സുബിഷിൻ്റെ ഒരു കീ ഉണ്ട്. അതല്ലാതെ ഒരു മെറ്റലിൻ്റെ കീ മാത്രമുണ്ട്, സെൻസറൊന്നും ഇല്ലാത്ത. ഇതും കൂടി ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇത് പഴയ ഓണർ തന്നാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമുക്ക് ആ ലെതർ പൗച്ച് ഞാൻ ഇതുവരെ പജറോ ഷോറൂമിൽ നിന്ന് വാങ്ങിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ 99% കണ്ടിട്ട് നമുക്ക് ഒറിജിനലിൻ്റെ ഫീലുണ്ട്. അപ്പോൾ ഇത് ഒറിജിനലാവും തന്നെ വിശ്വസിക്കുന്നത്. നമ്മളൊന്ന് ബോണ്ട് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ബോണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ബോണ്ട് നിങ്ങൾക്ക് കാണാം. ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇതിന് മുകളിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എടുത്ത സമയത്ത് ബാറ്ററി അത്ര പോരെ തന്നെയാണ്. അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് കാണാം. ഫോഗ് ലാമ്പ് വർക്കിംഗ് ആണ്. ഇഞ്ചൻ സൈഡ് അടിപൊളിയാണ്. നല്ല വർക്കിങ്ങുള്ള നല്ല ഇഞ്ചൻ. നമുക്ക് മേജറായിട്ട് AC കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇഞ്ചൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഫീൽ ഇത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എടുത്തുന്നുള്ളൂ. നമ്മൾ പോണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറാണ്. ഞാൻ ജസ്റ്റ് വണ്ടി സസ്പെൻഷൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. പജറോ, ഇമ്പൾസ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ ആടുള്ളൂ. നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ കയറാം. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം എല്ലാ AC പാർട്സ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. നമുക്കിപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് ഓണാക്കി വെച്ചാണ്, അത് ഓഫാക്കാം. അതേപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൊയ്റ്റോ ജപ്പാൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ നമുക്ക് താഴത്തെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഹെഡ്ലൈറ്റ് കൊണ്ടുവരാവുന്നുണ്ടാവും. പക്ഷേ ഈ പജറോയിൽ നമ്മൾ പ്രത്യേകം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊയ്റ്റോൻ്റെ ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒറിജിനൽ ആ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് ഒറിജിനൽ ഹെഡ്ലൈറ്റാണ്. ഞാൻ ബാക്കത്തെ ഞാൻ പറഞ്ഞില്ല, ബ്രേക്ക് ലൈറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ബാക്കി അതൊക്കെ ഒറിജിനലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. വർക്കിംഗ്. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. നമുക്കിപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. ഇതാക്കണേ
ഇത് കമ്പനി സ്റ്റിക്കറാണ്. ഇതൊരു സൈഡിൽ നിന്ന് പൊളിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചാണ്. അതേപോലെ വണ്ടീൻ്റെ ഇത് ഇപ്പോൾ 4 വീൽ ഡ്രൈവ് അല്ല 2 വീൽ ഡ്രൈവ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് 4 വീൽ ഡ്രൈവ് ആക്കുന്നുണ്ട്. RPM കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. 1000-ൻ്റെ താഴത്താണ് ഓടുന്നത്. കിലോമീറ്റർ കാര്യങ്ങൾ 260 ഓടിയാണ്. അത്യാവശ്യം ഓടിയാണ്. പക്ഷേ നല്ല വർക്കിംഗ് ആട്ടോ, മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഇതിൽ റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഇതിൽ കാണാം. ഇപ്പോൾ വെളിച്ചം ലൈറ്റ് നല്ല കൂടുതലായതുകൊണ്ട് കാണുന്നില്ല. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ബാക്കി AC വെൻറ്റിൻ്റെ ചെറിയ ഡാമേജ് ഉണ്ട്. അതൊക്കെ ഇതിൽ നമുക്ക് പജറോയിൽ വരുന്നതാണ്. അതേപോലെ ബാക്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാം. മുകളിലത്തെ ലൈറ്റ്, റൂഫ് അതൊക്കെ ക്ലിയർ ആണ് കേട്ടോ. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. വണ്ടി നമ്മൾ ഓടിക്കുന്ന ഒരു വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ പജേറോ യൂസ് ചെയ്യുന്നതിൻ്റെ വേറെ മെച്ചം പറഞ്ഞാൽ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് 2 വീൽ ഡ്രൈവിൽ നിന്ന് 4 വീൽ ഡ്രൈവ് ഇടാം പജേറോ. അതാണ് പജേറോൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഇതിപ്പോൾ 2 വീൽ ഡ്രൈവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഞാൻ വണ്ടി നിർത്തിയിട്ടാടല്ലേ. ഇതിപ്പോൾ 2 വീൽ ഡ്രൈവാണ്. ഇതിപ്പോൾ 4 വീൽ ഡ്രൈവ് ഇട്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ സെൻറ്ററിൽ ഇവിടെ കാണാം. ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം 4 വീൽ ഡ്രൈവായി. അത് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ നേരെ മൈക്ക് അത് കാണുന്നില്ലേ? ആ കാണുന്ന ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ 2 വീൽ തിരിച്ച് 2 വീൽ ഡ്രൈവ് നമ്മൾ ഇടുന്നുണ്ട്. അത് 2 വീൽ ഡ്രൈവായി. അപ്പോൾ അങ്ങനത്തെ കുറേ മെച്ചമുണ്ട് ഇതിൽ. നമ്മൾ ഓടുന്ന വണ്ടിയിൽ നമുക്ക് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ 4 വീൽ ഡ്രൈവ് നോർമൽ 4 വീൽ ഡ്രൈവ് ഇടാം. പിന്നെ 4 വീൽ ഡ്രൈവിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഏതെങ്കിലും വിശദീകരിച്ച് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു. 4 LLC ഉണ്ട് ഇതിൽ. 2H ഉണ്ട്, 4H ഉണ്ട്, പിന്നെ 4HLC ഉണ്ട്. 4HLC കഴിഞ്ഞിട്ട് പിന്നെ 4LLC ഉണ്ട്. 4LLC ഇടാൻ വേണ്ടി ഗിയർ ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ വലിച്ചിടണം. അത് നമുക്ക് ഇതിന് മുമ്പേ നമ്മൾ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ എടുക്കുമ്പോൾ ഒന്ന് ഇട്ട് നോക്കാന്നുള്ള രീതിയിൽ ഒക്കെ നോക്കിയപ്പോൾ പക്കാ പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. നമുക്ക് ഒരു പ്രശ്നമില്ല. വണ്ടി പിടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല പോക്കും പോവാട്ടോ. കാണാം. അതിപ്പോൾ റോഡ് പോരാ. അപ്പോൾ അത് നല്ല പോക്ക് നമുക്ക് വലിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ നല്ല വലിഞ്ഞ് പോകുന്നുണ്ട് വണ്ടി. നല്ല അടിപൊളിയായിട്ട് പാഞ്ഞ് കയറുന്നുണ്ട്. പിന്നെ 2800 cc വണ്ടിയാണ്. അപ്പം അതിൻ്റെ എന്തായാലും പിന്നെ നമ്മൾ പറയണ്ടല്ലോ, അതിന് മാത്രം ഉണ്ടാവും പവർ. എന്തായാലും ഇതിപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ നമ്മളൊന്ന് ഓടിക്കുന്ന രീതിയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ലോങ് ആക്കണ്ടല്ലോ. പജേറോനോട് ഇഷ്ടമില്ലോട്ട് കുറച്ചും കൂടി വീഡിയോ എടുക്കുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ടോ, ഫീൽ ഇട്ടുണ്ട്. നമുക്ക് ഓക്കെയാണ്. നോർമലി നമുക്കിപ്പോൾ ബാക്കി വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് ഒരു മെനക്കെട് പോലെ ഉണ്ടാവും. നമുക്ക് എക്സ്ട്രാ പണി എടുക്കുന്ന പോലെ. ഇത് അങ്ങനെയൊന്നുമില്ല. അത് വണ്ടി ഓടിക്കുന്നത് ആസ്വദിക്കുന്നത്, അതിൻ്റെ കൂടുതൽ വീഡിയോ എടുക്കുന്നത് നല്ല ആസ്വദിക്കാൻ പറ്റിയ വീഡിയോ. അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില നമ്മൾ പറഞ്ഞില്ല. വണ്ടീൻ്റെ ഉൾഭാഗം പുറഭാഗം കീ 3 കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, ഇൻവോയ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 6 ലക്ഷം റുപ്യയാണ്. വണ്ടി നല്ല കണ്ടീഷനാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ആരെങ്കിലും വണ്ടി വാങ്ങാൻ പജേറോ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കൊള്ളി. അടിപൊളി വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് ഈ 2000 ചില്ലാൻ കിലോമീറ്റർ വരെ കയ്യിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഈ വണ്ടി വാങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് ഇത് ഭയങ്കര മെയിൻ്റെനൻസ് ആണ്. വണ്ടി നല്ല കണ്ടീഷനിലെ വണ്ടിയാണെങ്കിൽ മെയിൻ്റെനൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് മുകളിൽ അപ്പോൾ ഇതുവരെ മേജറായിട്ടൊന്നും ചിലവ് ചെയ്തിട്ടില്ല. ആകെ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ ചിലവ് വന്നത് 4000 രൂപേൻ്റെ നമ്മളെ സ്റ്റാരിങ്ങിൻ്റെ ഉള്ളിൽ ഹോണ്ട സിസ്റ്റം ഇല്ലേ, അത് ഷോൾഡ് ചെയ്യാൻ പറ്റില്ല. അത് സിസ്റ്റം മൊത്തം മാറിയതിന് ഒരു 4000 രൂപ ചിലവ് വന്നു. അതല്ലാതെ വേറെ മേജറൊന്നുമില്ല. 100-200 രൂപേൻ്റെ വയറിങ്ങിൻ്റെ സോക്കറ്റ്, ചാർജിങ് സോക്കറ്റ്, അങ്ങനെ ഹെഡ്ലൈറ്റിൻ്റെ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ചെയ്യാല്ലാതെ മേജറായിട്ടൊരു ചിലവും വന്നില്ല. ഷോക്കിൻ്റെ ഒരു ബുഷ് മാറ്റി അതിനൊരു 600-700 രൂപ അവിടെ നിന്നായി. ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിലുകൾ ഞാൻ ചേഞ്ച് ചെയ്യും. ഓയിൽ ബ്രേക്ക് കുറച്ച് കമ്മി ഉണ്ടായി. അപ്പോൾ ഞാൻ പോയിട്ട് ഓയിൽ ഫില്ല് ചെയ്ത് അതിൽ 100 രൂപേൻ്റെ ഒരു ഓയിലിൻ്റെ കുപ്പിയും അവിടുന്ന് രാജസ്ഥാനിൽ ചെയ്തിരുന്നു. അവിടെ 100 രൂപ ലേബർ, 200 രൂപ. അങ്ങനത്തെ ചെറിയ ചിലവുകൾ എനിക്കത് വന്നിട്ടുള്ളൂ. 2000 ചില്ലോളം കിലോമീറ്റർ ഓടിച്ചപ്പോഴും മെയിൻ്റെനൻസ് അങ്ങനെ മേജറില്ല. പക്ഷേ വണ്ടി പജേറോ വാങ്ങുമ്പോൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി നിങ്ങൾ വാങ്ങുമ്പോൾ കംപ്ലയിൻ്റ് ആയ അല്ലെങ്കിൽ വില പറ്റേ കുറഞ്ഞ് കിട്ടുന്ന വണ്ടി, പണിയായ വണ്ടി, നല്ല റഷായിട്ട് യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ സർവീസ് ചെയ്യാതെ അങ്ങനത്തെ വണ്ടി വാങ്ങിയാൽ നിങ്ങൾക്ക് പണി കിട്ടും. അത് ഏത് വണ്ടിയായാലും കിട്ടും. അപ്പം എന്തായാലും ഇത് 10 ലക്ഷം വരെ വാറൻറ്റിയുള്ള വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അടുത്തും ഒരു പജേറോ എടുക്കും. പജേറോ എന്തായാലും 4x4 എടുക്കാനുള്ള പ്ലാൻ തന്നെ ഉള്ളൂ. അപ്പം ഇത് കൊടുത്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാണ്ട്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് വരാൻ ഉദ്ദേശിക്കുക ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇതിൽ ഏകദേശം പാർട്സൊക്കെ നമ്മൾ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ളതൊക്കെ ഇതിൽ വീഡിയോ തന്നെ കാണാം. എന്നിട്ട് കണ്ടിട്ട് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കേണ്ടത് ഡയറക്റ്റ് നമ്മുടെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് ഡയറക്റ്റ് വരിക, വന്നിട്ട് സംസാരിക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ അതിൻ്റെ പേപ്പറൊക്കെ നമ്മുടെ ഒറിജിനൽ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബൈക്കിൻ്റെ ഒന്ന് നമ്മൾ RC ബുക്ക് കയ്യിൽ വെക്കല്ലേ. അത് പിന്നെ ഞാൻ റൈഡ് ചെയ്ത് വരാനുള്ള പ്ലാൻ ആയതുകൊണ്ട് RC ബുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കരുതി RC ഓണർ ID കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് പോകുന്നത്. അപ്പം RC ബുക്ക് ഒറിജിനൽ കയ്യുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് NOC എടുത്ത് തരും.